സാങ്കേതിക വിദ്യയിലൂന്നി വീണ്ടും ചുവട് വെച്ച് തുടങ്ങുകയാണ്. നമുക്കിപ്പോൾ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വന്നിട്ട് നമ്മളൊരു കട്ടിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ആദ്യം വേണ്ടത്? എനിക്ക് തിരിച്ച് നടക്കാൻ പറ്റുമോ? നടന്ന് സ്വയം ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുമോ? അപ്പം നടക്കുക എന്നുള്ളത് വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാനമായ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവരെ ആദ്യമായി നിർത്താൻ പറ്റുന്നു, നടക്കുക എന്നുള്ള പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. ആ ഫീലിംഗ് ഇറ്റ് സെൽഫ് ഈസ് റിയലി ഗുഡ്. ഇറ്റ് ഈസ് അമേസിങ്. ഒരു വീൽ ചെയറിൽ ബൗണ്ട് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ച് നമുക്ക് ചലനശേഷി നടക്കുക എന്ന പ്രക്രിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് ഈ റോബോട്ടിക്സ് നമ്മളെ സഹായിക്കുന്നത്. ഇതിൻ്റെ റോബോട്ടിക്സ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഒരു വ്യക്തി എത്ര ഫോഴ്സ് ഇടുന്നു എന്നുള്ളതും നടക്കാൻ എത്രത്തോളം മസിലുകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എത്ര മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളത് ഈ ഉപകരണം, ഈ എക്യുപ്മെൻറ്റ് ആക്ച്വലി സെൻസ് ചെയ്യുകയും അതിന് ബാക്കി ആവശ്യമായ ആ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് നടക്കുക എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ബാക്കി ഫോഴ്സ് ഈ എക്യുപ്മെൻറ്റ് നൽകുകയും ചെയ്യുന്നു. നടക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് തിരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് നടത്താൻ അതിനുവേണ്ടിയാണ് ഈ ഉപകരണം നമ്മെ സഹായിക്കുന്നത്. ജെൻ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മെഷീൻ വികസിപ്പിച്ചത്. വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ പല പശ്ചാത്തലങ്ങളിലൂടെ നടക്കുന്ന തോന്നൽ രോഗികൾക്ക് നൽകാനാകുമെന്ന സവിശേഷതയുമുണ്ട്. ഇത് വെർച്വൽ റിയാലിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പല സർഫസുകളിലൂടെയും നടക്കുന്നു എന്നൊരു ഫീല് തരുന്നു. ഇത് നമ്മുടെ തെറാപ്പിയുടെ ഒരു മൊണോട്ടണസ് രീതി നമുക്ക് മാറ്റാനും വളരെയധികം പേഷ്യൻസിനെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് സഹായിക്കുന്നു. പൂർവ്വസ്ഥിതിയിലേക്ക്, ആരോഗ്യത്തിലേക്ക് ഇവർ നടന്നു കയറുകയാണ്. അതിന് തുണയാകുന്നത് സാങ്കേതിക വിദ്യയും. രതീഷ് വെൺവകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥ് ചേരുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് രാഹുൽ. രാഹുൽ, ഈ കിടപ്പിലായി പോകുന്നവർക്ക് ഇനി ഒരിക്കലും ചലനശേഷി തിരികെ കിട്ടില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു വലിയ സംഭവമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണ ഈ കഴിവുകളൊക്കെ ഉള്ള ഒരാൾക്ക് അത് അത്രയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷേ കിടപ്പിലായി പോകുന്നവർക്ക് അത് ഇതൊരു വലിയ സംഭവം തന്നെയായിരിക്കും, ഒരു മാറ്റം തന്നെയായിരിക്കും, അല്ലേ? തീർച്ചയായും. കാരണം ഇത്തരത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയാസരഹിതമായി സാങ്കേതികവിദ്യ എത്രമാത്രം ലഭ്യമാകുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഡോക്ടർ തന്നെ പറഞ്ഞു, പരമ്പരാഗത രീതിയിൽ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ സ്റ്റെപ്പുകൾ പോലും, നമ്മൾ വെക്കുന്ന കാൽ ചുവടുകൾ പോലും വ്യത്യാസമായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഗേറ്റ് ട്രെയിനർ മെഷീൻ ആകുമ്പോഴത്തേക്ക് ആ ചുവടുകൾ കൃത്യമായിരിക്കും. അതുമാത്രമല്ല, ആയാസരഹിതമായതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് നമ്മൾ നടക്കുകയാണെന്ന് വീണ്ടും 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 ആവർത്തിച്ച് ആ ഒരു ഇമ്പൾസ് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഈ മെഷീനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് എനിക്ക് കൗതുകരമായി തോന്നിയത്, വെർച്വൽ റിയാലിറ്റിയിലൂടെ നമ്മൾ മഴയത്ത് നടക്കാം, നമുക്ക് ഈ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ നടക്കാം. അങ്ങനെ അത്തരത്തിൽ വേറെ വേറെ പശ്ചാത്തലങ്ങളിലൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഈ പരമ്പരാഗത രീതിയിലുള്ള ഒരു എന്താ പറയുക, വിരസത ഇല്ലാതാക്കാമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് SP ഫോർട്ടിലും ജനറൽ ആശുപത്രിയിലും ഇപ്പോൾ ഒടുവില്ല കിംസ് ഹെൽത്തിലും ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലുടനീളം 6 ആശുപത്രികളിൽ ഇതുണ്ട്. ഈ തുടങ്ങി വെച്ചത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്ന ജെൻ റോബോട്ടിക്സ്. നമുക്കറിയാം, പണ്ട് മാനുവൽ സ്കാവഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബാൻഡിക്യൂട്ട് എന്ന റോബോട്ടിനൊക്കെ പുറത്തിറക്കിയവരാണ്. അപ്പോൾ അത്തരത്തിൽ പുതിയ ആശയങ്ങൾ വരുമ്പോൾ രോഗം മറികടക്കാനുള്ള നല്ല വഴികൾ, നല്ല എളുപ്പമുള്ള വഴികൾ വരട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ള വലിയ പ്രതീക്ഷയാണ് ഈ വാർത്തയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് സ്വാഭാവികമായും ഇത് ആശുപത്രികളിൽ കേന്ദ്രീകരിച്ച് മാത്രമുള്ള മെഷീനാണ്, സംവിധാനമാണ്. വീടുകളിൽ കിടപ്പിലായി പോയവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പരീക്ഷിക്കാൻ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി ഒന്ന് നടക്കുന്ന അനുഭവം കിട്ടാൻ, അതാണോ ഈ ആശുപത്രികളിൽ ഈ സംവിധാനം ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോത്തി, ഇത് ആ ഒരു മെഷീൻ കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ വലിപ്പം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ഇപ്പോൾ ഈ പറയുന്ന ആശുപത്രിയിൽ ചികിത്സ തേടുന്ന രോഗികളാണ് ഇവിടെ എത്തി അവരുടെ ചികിത്സയുടെ ഭാഗമായാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വീടുകളിൽ ഈ വെർച്വൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഗെയിമുകളായും അല്ലാതെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മെഷീൻ്റെ വലിപ്പം നമ്മൾ ഈ ആദ്യം കമ്പ്യൂട്ടറെ കണ്ടുപിടിച്ചപ്പോൾ വലിയ മെഷീൻ ആയിരുന്നല്ലോ, അതേപോലെ ഭാവിയിൽ ഇത് ചെറിയ മെഷീനുകളാകുമ്പോൾ വീട്ടിലും എത്തിച്ച് അല്ലെങ്കിൽ ഇത് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് വലിയ പ്രതീക്ഷയാവും. മോത്തി ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. എങ്കിലും ആദ്യമായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ടെക്നോളജിയൊക്കെ വലുതാകുമ്പോൾ സാങ്കേതികവിദ്യ ഇനിയും വീടുകളിലെത്തി ആളുകളെ പരിചരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മോത്തി.